ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് മീന ഗണേഷ്. വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, നന്ദനം, മീശ മാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീന ഗണേഷ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു. കുറച്ചു വർഷങ്ങളായി അഭിനയരംഗത്ത് മീന സജീവമല്ല. ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് മീന ഗണേഷ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് സിനിമകൾ ചെയ്യാത്തതെന്ന് നടി പറയുന്നു. അമ്മ സംഘടനയിൽ നിന്ന് കൈനീട്ടം ലഭിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കാലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മകൾ പാലക്കാടുണ്ട്. മകൻ സീരിയലിൻ്റെ ഡയറക്ടറാണ്, അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും. മകൾ എന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, പക്ഷേ വീട് വിട്ട് പോകാൻ മനസ്സിനൊരു ബുദ്ധിമുട്ട്. മീന ഗണേഷ് പറയുകയാണ്, തൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. മൂപ്പര് പോയതിൽ പിന്നെ തൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. എവിടെ പോകുകയാണെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം പോയതോടെ എൻ്റെ ബലം പോയി. ജീവിച്ച് മതിയായി. രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ്. കാരണം ജീവിതം മടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതും. 30 വർഷം ഞാനും ഭർത്താവും സന്തോഷമായി ജീവിച്ചു. 2 മക്കളുണ്ടായി. വളരെ നല്ല അന്തസ്സായി വളർത്തി. മക്കളും മരുമകനും എന്നെ നോക്കും. പക്ഷേ ഈ വീട് വിട്ടുപോകാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും മീന ഗണേഷ് പറഞ്ഞു. നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത്. 6 വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്തത്. അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ഉറച്ചു നിന്നെന്നും മീന ഗണേഷ് പറയുന്നു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെ എന്നും മീന ഗണേഷ് പറയുന്നു. അഭിനയിക്കാൻ പോകുമ്പോൾ തൻ്റെ കൂടെ ഭർത്താവും ഉണ്ടാവും. തങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതും മണിയുടെ വണ്ടിയിലാണ്. കലാഭവൻ മണി തന്നെ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ എന്ന് മീന ഗണേഷ് പറയുന്നു. 7 സിനിമ മണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല, വയ്യായിരുന്നെന്നും മീന ഗണേഷ് വ്യക്തമാക്കി.